ശബരിമല സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് സ്ഥിരീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം. തന്ത്രി കണ്ഠരര് രാജീവർക്ക് സ്വർണ്ണക്കൊള്ള അറിയാമായിരുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിൽ തന്ത്രി ഭാഗികമായി സ്വർണ്ണക്കൊള്ളയുടെ കാര്യം സമ്മതിക്കുകയും ചെയ്തു. ദ്വാരപാലക ശില്പക്കേസിലും കട്ടിളപ്പാളി കേസിലും തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ട് എന്നതിന് തെളിവുകളും മൊഴിയും SITക്ക് ലഭിച്ചു. ഇന്നലെയാണ് നിർണായകമായ ചോദ്യം ചെയ്യലുണ്ടായതും ഈ ഭാഗികമായ സമ്മതം നടന്നതും. തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ഷെവീദ് റാവുത്തർ തത്സമയം ചേരുന്നു. കുറേ അധികം വാർത്തകൾ SITയുടെ അന്വേഷണം സംബന്ധിച്ച് ബ്രേക്ക് ചെയ്ത ആളാണ് ഞങ്ങളുടെ പ്രതിനിധി ഷെവീദ് റാവുത്തർ. ഈ വാർത്തയും ബ്രേക്ക് ചെയ്യുകയാണ് ഷെവീദ് റാവുത്തർ. ഗുഡ് മോർണിംഗ് ഷെവീദ് റാവുത്തർ. ഒരുപക്ഷെ കേരളം തടങ്ങിപ്പോകുന്നൊരു വാർത്തയാണ്. ഇത്രകാലവും ഈ തന്ത്രിക്ക് ഇതിൽ റോളുണ്ടോ എന്ന് സംശയിച്ച പല ആളുകളും വിശ്വാസികളും സംസ്ഥാനത്തുണ്ട്. എന്ന് മാത്രവുമല്ല, ED പോലും ഈ കാര്യത്തിൽ ഒരു പിന്നോക്കം പോക്ക് നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പറയൂ ഷെവീദ്, എന്താണ് സംഭവിച്ചിരുന്നത്? എന്താണ് SIT സ്ഥിരീകരിക്കുന്നത് ഇപ്പോൾ? വെരി ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ബന്ധവുമായി ബന്ധപ്പെട്ട് നേരത്തെയൊക്കെ പുറത്തു വന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അനുജ്ഞ നൽകിയതിലെ പ്രശ്നം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ ഇന്നലെയാണ് SITക്ക് കസ്റ്റഡിയിൽ ലഭിച്ചത്. SIT വെറുതെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതല്ല, ഇതുവരെ തന്ത്രിയുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച മുഴുവൻ തെളിവുകളുടെയും അതിൽ പ്രത്യേകിച്ച് ചില ഫോൺ രേഖകൾ, ഫോൺ വിവരങ്ങൾ, ഫോൺ റെക്കോർഡിങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തന്ത്രിയോട് ചോദ്യം ചെയ്യൽ. ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള തന്ത്രിയെ ഒരു ദിവസത്തെ കസ്റ്റഡിയിലാണ് SITക്ക് ലഭിച്ചത്. ശേഷം കൊല്ലം പോലീസ് ക്ലബ്ബിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിലാണ്, ഈ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേവലം അനുജ്ഞ നൽകിയതിലെ പ്രശ്നം മാത്രമല്ല തന്ത്രിക്കുള്ളതെന്നും തന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം SIT സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തെ കോടതിയിൽ മടക്കി നൽകിയപ്പോൾ നൽകിയ റിപ്പോർട്ടിലടക്കം അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. ദ്വാരപാലക ശില്പക്കേസിലും കട്ടിളപ്പാളി കേസിലും തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനമെടുക്കുന്ന ആദ്യഘട്ടം മുതൽ തന്ത്രിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് SITയുടെ ഇക്കാര്യത്തിലെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് ചില തെളിവുകളും മൊഴിയും അത് ലഭിച്ചിട്ടുണ്ട് SITക്ക്. പ്രത്യേകിച്ച് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന്റെ അടക്കം മൊഴി അത് തന്ത്രിക്കെതിരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ 3 പ്രധാനപ്പെട്ട തെളിവുകൾ കേന്ദ്രീകരിച്ചും SIT ചില വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനം, ഒന്നാമതെന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസുമായി തന്ത്രിക്കുള്ള ബന്ധമാണ്. അതായത് പങ്കജ് ഭണ്ഡാരിയുമായിട്ടടക്കം പുലർത്തിയിട്ടുള്ള ബന്ധമാണ്. രണ്ടാമത്തേത് സംസ്ഥാനത്തിന് പുറത്ത് തന്ത്രി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തേത് ഇതിന്റെ കോൺസ്പിറസിയുടെ എല്ലാ ഘട്ടങ്ങളിലും തന്ത്രി പങ്കെടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില മൊഴികളും ചില ബാങ്ക് വിവരങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അത് SITക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ തന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം SIT സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല, ഈ ചോദ്യം ചെയ്യലിൽ ഭാഗികമായി തന്ത്രി സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിച്ചു എന്നുള്ള കാര്യം കൂടി കോടതിയിൽ തിരികെ നൽകുമ്പോൾ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പ്രോസിക്യൂഷനും പോലീസും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തന്ത്രിയുടെ സംസ്ഥാനത്തിന് പുറത്തെ അടക്കം സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ അന്വേഷണത്തിനാണ് നിലവിൽ ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇതിന്റെ ഒരു കേസ് ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ഏതാണ്ട് N വാസുവും കടന്ന് ഏറ്റവും ഒടുവിൽ KP ശങ്കരദാസ് വരെ എത്തി നിൽക്കുമ്പോൾ അതിൽ തന്ത്രിക്കുള്ള പങ്ക് സംബന്ധിച്ച് SITക്ക് വ്യക്തതയില്ല എന്ന വിമർശനം പലതരത്തിൽ ഉയർന്നതാണ്. പക്ഷേ കേവലം അത് ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായ പങ്കല്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദ്വാരപാലക പീഠങ്ങളും സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികളും പുറത്തേക്ക് എത്തിക്കുന്നതിലും അത് വൈകിപ്പിച്ചതിലും അടക്കം തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ട്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നീ 3 പേരുമായി തന്ത്രിക്ക് ബന്ധമുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിപ്പോൾ SIT ഉറപ്പിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസികളെ സംബന്ധിച്ച് അവർ ഈ പറയുന്ന പ്രതിഷ്ഠാപിതൃ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് തന്ത്രി. അങ്ങനെ ഒരു തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വലിയ വിഷമം ഉണ്ടാക്കും. പക്ഷേ എങ്കിൽ പോലും SITയെ സംബന്ധിച്ച് അവരുടെ അന്വേഷണത്തിൽ ഇപ്പോഴത്തെ കണ്ടെത്തൽ നിർണായകമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. ഇന്ന് തന്ത്രിയുടെ റിമാൻഡ് കാലാവധി കഴിയും. 28-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള യാതൊരു വശവും നമ്മൾ കാണുന്നില്ല. പക്ഷേ SITയെ സംബന്ധിച്ച് അപ്പോൾ റിപ്പോർട്ട് കൊടുക്കുമ്പോഴും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി നേരിട്ടിടപെട്ടതിന്റെ കൂടുതൽ വിവരങ്ങൾ അത് പങ്കുവെക്കുക, അത് കോടതിയെ അറിയിക്കുകയായിരിക്കും ലക്ഷ്യം വെക്കുന്ന കാര്യം. ഹൈക്കോടതിയിൽ അടുത്ത വർഷം നൽകുന്ന റിപ്പോർട്ടിലടക്കം തന്ത്രിയുടെ ബന്ധം അത് അക്കമിട്ട് നിരത്താനാണ് SIT ഇപ്പോൾ ആലോചിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.